സഖാഫി വിശദീകരിക്കും, ശ്രദ്ധിക്കുക. ഇപ്പൊ ഇയാൾക്ക് പേരെന്താണ്? ഖമറുൽ ഉലമാ. ഖമറുൽ ഉലമാ. ഇയാൾക്ക് ആദരവ് ഇല്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം. ഉള്ള ആദരവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ മലപ്പുറം ജില്ലയിലെ കുണ്ടൂരിൽ വെച്ചിട്ട് കാന്തപുരത്തെ ആദരിക്കൽ എന്ന ചടങ്ങ് ഇപ്പൊ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇയാൾ ആദരിക്കൽ, എന്നിട്ട് പരസ്യമായി ഇയാൾക്കൊരു പേരും ഖമറുൽ ഉലമാ. ശംസുലമക്ക് പകരമായിട്ട് നല്ല പേരാണ്. പകലേതായാലും പുറത്തു വരാൻ പറ്റാത്ത ജാതിയാണല്ലോ. രാത്രി പ്രത്യക്ഷപ്പെടുന്നതിന്റെ പേരാ ഖമർ എന്നാല്. കണ്ടോ, ഖമറുൽ ഉലമാ. എന്റെ ആലിമീങ്ങളെ ഖമർ ചന്ദ്രൻ. അതിന് പകല് പുറത്തു കയറാൻ പറ്റില്ല, രാത്രിയെ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറ്റ പേരാണ് ഹസൻ സഖാഫി. ഇപ്പൊ മനസ്സിലായി ആരാ കാന്തപുരം? വിഷയത്തിൽ ആദ്യ ഭാഗം അവസാനിക്കുക. ഇനി രണ്ടാമത്തെ വിഷയമുണ്ട്, എന്തിനാ മർക്കസ്? എന്തിനാ മർക്കസ്? ആരാ കാന്തപുരം? എന്തിനാ മർക്കസ്? പലരും പല രൂപത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പണ്ട് ജീലാനി ത്വരീഖത്ത് ആലുവയിൽ നിറങ്ങി ഇപ്പൊ വടാഞ്ചേരി ഓഫീസ് ഉണ്ടാക്കി. അവിടുന്ന് പിന്നെ കാസറ്റും പുസ്തകമൊക്കെ ഇറക്കുന്ന ഒരു ടീമുണ്ട് ജീലാനി ത്വരീഖത്ത്. ഓയക്കിന്റെ ബുക്കിന് പറഞ്ഞത് സംഗതി സത്യമാണെങ്കിലും തുറന്ന് പറയാൻ പ്രയാസമുള്ള പദപ്രയോഗങ്ങളാണ്. ഒരു പറഞ്ഞ് പണ്ട് ലൂത്തർ ഇസ്ലാമിക സമൂഹം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് തിന്മന്റെ പേരിൽ. ആ തിന്മക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കേന്ദ്രമാണ് കാന്തപുരം മർക്കസ് എന്നാണ് ഒരു എഴുതിയത്. നമ്മൾ വായിക്കണില്ല, വീണ്ടും ആ വായിക്കും സാധനം എടുത്തുണ്ട്. അപ്പൊ ഇത് ഒരു കൂട്ടർ ഇങ്ങനെ പറയുന്നു. അപ്പൊ എന്തിനാ മർക്കസ് ചോദിച്ചാൽ അതൊരു ഉത്തരമാണ്. അവിടെ ഇങ്ങോട്ട് ഒരുപാട് ഉത്തരങ്ങൾ. നമ്മളിപ്പോ ഈ പ്രസംഗത്തിനിടക്ക് ഒരുപാട് സഖാഫിമാരെ കണ്ടു, ഒരുപാട് സഖാഫിമാരെ. ഇതൊക്കെ അവിടെ ഇറങ്ങിയതിന് ഇവരൊക്കെ ഇറങ്ങിയിട്ട് എന്താ ചെയ്യണത്, എന്താ പ്രചരിപ്പിക്കുന്നത് അതും കണ്ടു. അപ്പൊ എന്തിനാ മർക്കസ് ചോദിച്ചാല് ഈ വക ആശയങ്ങള് അതേപോലെ സ്വന്തം ശൈഖുനാന്റെ ഇത്തരം കെട്ടിക്കൂട്ടുണ്ടാക്കിയ പോലീസുകള് അതൊക്കെ പ്രചരിപ്പിച്ച് വാരാട്ടി നടന്ന് അതിലൂടെ ഈ സമുദായത്തെ പഴപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുക. അതിനാണ് ഒന്നാമതായി ആ കൂടാൻ ഉണ്ടാക്കിയത്. ഇനി അതോടൊപ്പം അതിന്റെ കൂടെ കിട്ടുന്ന കുറെ സൈഡ് പ്രൊഡക്റ്റുകൾ, കുറെ ഉപോൽപ്പന്നങ്ങള് ആ മർക്കസിനുണ്ട്. അത് പലപ്പോഴായി മാലോകം അറിഞ്ഞതാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ആ ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം ആ മർക്കസുമായി ബന്ധപ്പെട്ട് പത്രമാസികയിൽ വന്ന ചില പ്രയോഗങ്ങൾ ബഹുമാന ഹുസൈൻ സലഫി ധാരാപത്തിച്ച് വായിച്ചു കളിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗം സലഫി തന്നെ കണ്ടോ. വേറൊരു സ്ഥലത്ത് മാലിന്യ പ്രശ്നം എവിടുന്നാന്നറിയോ? നിങ്ങൾ ഉപ്പും ചോറും വളർന്ന് സഖാഫി ബിരുദം വാങ്ങിയിട്ട് പുറത്തിറങ്ങിയ മർക്കസില്ലേ, മർക്കസിനെ പറ്റി പത്രത്തിൽ എഴുതുന്നത് നോക്കൂ. മർക്കസിലെ മലിനജലം പരിസരവാസികൾക്ക് ഭീഷണി. മർക്കസേ ഈ നാട്ടുകാരെന്ത് വെച്ചു? നിങ്ങളാണ് കാരന്തൂര് നാറ്റിയാണ്. നിങ്ങൾ എല്ലാം കൊണ്ടും ആത്മീയമായും ആശയപരമായും നിങ്ങൾ നാറ്റുന്നു, ബാഹ്യമായും നിങ്ങൾ നാറ്റുന്നു. വായിച്ചു തരാം കേട്ടോ. പേരോട് പറയിപ്പിക്കുക. ഞാൻ ഈ പത്രക്കട്ടിങ്ങൊന്നും ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഇത് അന്ന് വായിച്ചപ്പോ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഇപ്പൊ എന്താ പറയുള്ളത്, ഇതിപ്പോ ആരുടെ സ്ഥലത്തുണ്ടാവില്ല, അതിനിപ്പോ ഒരു ഉത്തരവാദിയൊന്നും അല്ലല്ലോ. പക്ഷെ അപ്പൊ ഇങ്ങനെ മനസ്സിന് തോന്നി, ഒരു ചാൻസ് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു റബ്ബേ. കിട്ടിയിരിക്കാണ്, പേരോടെ കിട്ടിയിരിക്കാണ്. വായിച്ചു കേട്ടോ, കേട്ടോട്ടോ, കേട്ട് വായിച്ചു കേൾപ്പിച്ചു തരാം. മർക്കസിലെ മലിനജലം പരിസരവാസികൾക്ക് ഭീഷണി. കുന്നമംഗലം മർക്കസിലെ മലിനജലം മൂലം പരിസരവാസികൾ നരകിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയയിലെ മലിനജലമാണ് ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞ് തൊട്ടടുത്ത പറമ്പുകളിലേക്ക് പരന്നൊഴുകുന്നത്. പേരോടെ കൂട്ടത്തിൽ തന്റേതുണ്ടോ? ഒരു ഗവേഷണത്തിന് ആളെ വിട്ടോ. നിറഞ്ഞൊഴുകല്ലേ? തീർന്നില്ല. അടുത്തുള്ള കിണറുകളിൽ പാട പോലെ വസ്തുക്കൾ പൊങ്ങി നിൽക്കുന്നതായി വീട്ടുകാർ പറയുന്നു. മദ്രസ ബോർഡിങ്ങിന്റെ പിൻവശം കിഴക്ക് ഭാഗത്ത് സ്ഥാപിച്ച ടാങ്കുകൾക്ക് മൂടിയില്ലാത്തത് കാരണം കൊതുകു ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ പേരോടിനെ പോലുള്ള ഈ വൻകൊതുകുകൾ മാത്രമല്ല, മറ്റേ കൊതുണ്ട്. ഇവിടുത്തെ വീടുകളിലെ പിഞ്ചുകുട്ടികളുടെ ശരീരത്തിൽ കൊതുകിന്റെ കടിയേറ്റ പാടുകൾ കാണാം. ഇതിനോട് ചേർന്ന 9ഓളം വീട്ടുകാർ കിട്ടിയ വിലക്ക് സ്ഥലം മർക്കസിന് തന്നെ വിറ്റ് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോ ആ സ്ഥലം കിട്ടാൻ വേണ്ടി ശൈഖുനയും ശിഷ്യന്മാരെടുത്ത അടവ് ആയിരിക്കാം.
അല്ലേ? അവരൊഴിഞ്ഞു പോവല്ലേ? കേട്ടോ, മർക്കസിന്റെ തന്നെ സ്ഥലമായ പുതുക്കോത്ത് പറമ്പിൽ ടാങ്കിൽ നിന്നും നിറഞ്ഞു കവിഞ്ഞ മലിനജലം കെട്ടി നിൽക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഈച്ചയും കൊതുകുകളും സഖാഫികളും ഇല്ലട്ടോ പേശാണ്. ഇതിൽ നിന്ന് ഈച്ചയും കൊതുകുകളും പെരുകി തൊട്ടടുത്ത വീടുകളിലെത്തുന്നു. മഴ വന്നതോടുകൂടി പുതുക്കോത്ത് പറമ്പിലുള്ള മലിനജലം നിരന്നു ഒഴുകി വളപ്പിൽ ഭാഗത്ത് വരെ എത്തുന്നുണ്ട്. കടുത്ത ചൂടിൽ പോലും 3-4 മീറ്ററിലധികം വെള്ളമുള്ള വീടിനോട് ചേർന്ന പ്രദേശത്തെ നിരവധി കിണറുകൾ മണ്ണിട്ട് മൂടിയിരിക്കുന്നത് ആരെയും ആശ്ചര്യപ്പെടുത്തും. ഇലക്ട്രിസിറ്റി ജീവനക്കാരായ പ്രകാശന്റെ കിണറ്റിൽ വെള്ളം മലിനപ്പെട്ടത് കാരണം ഉപയോഗിക്കാറില്ല. മേനായിക്കൽ സുധീറിന്റെ വീടിനോട് ചേർന്ന് ധാരാളം വെള്ളം ലഭിക്കുന്ന കിണർ പകുതിയോളം മണ്ണിട്ട് മൂടി. കിണറ്റിൽ നിന്നുള്ള ദുർഗന്ധം സഹിക്കാതെ വന്നപ്പോഴാണ് കിണർ മൂടിയത്. വിറ്റുപോകേണ്ടി വന്നവരുടെ പറമ്പിലെ 9ഓളം കിണർ മൂടിയിട്ടുണ്ട്. രാത്രിയിൽ മഴക്കൊപ്പം മുകൾ ഭാഗത്ത് നിന്ന് ഓടയിലേക്ക് മലിനജലം തുറന്നുവിടുന്നത് കാരണം മഴ പെട്ടെന്ന് അവസാനിച്ചാൽ ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു. മുമ്പുണ്ടാക്കിയ ധാരണയനുസരിച്ച് വെള്ളം നൽകിയവർക്ക് പലപ്പോഴും വെള്ളം കിട്ടാതിരിക്കുമ്പോൾ മർക്കസിൽ ചെന്ന് പരാതിപ്പെടേണ്ട ഗതികേടിലാണെന്നും വീട്ടുകാർ പറയുന്നു. ഇതിനെതിരിൽ നടപടിക്കൊരുങ്ങുകയാണ് പ്രദേശത്തുകാർ. ആ നടപടി എന്ന് കണ്ടോളൂ. ചിത്രത്തിൽ കുറെ നേതാക്കന്മാർ അണിനിരന്നിരിക്കുകയാണ്. അതിന്റെ കണ്ടോളൂ അടിക്കുറിപ്പ്. കാരന്തൂര് സുന്നി മർക്കസ് പരിസര മലിനീകരണ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കുന്ദമംഗലം ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ ധർണ അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്യുന്നു. അതിന്റെ അടിയിൽ വലിയൊരു ഹെഡിങ് കാണാം: മർക്കസ് മലിനീകരണ പ്രശ്നം യൂത്ത് കോൺഗ്രസ് ധർണ നടത്തി. തീർന്നില്ല, ഇനി ബഹുജന മാർച്ച് കണ്ടോളി. ചേച്ചട്ടിയിൽക്കല്ല ഞങ്ങളെ മർക്കസിൽക്ക് വിടുക ആൾക്കാരെ. എന്താ ഇത്? മർക്കസ് അധികാരികളുടെ വഞ്ചനക്കെതിരെ മർക്കസിലേക്ക് ബഹുജന മാർച്ചിന്റെ ചിത്രം കണ്ടോളൂ. എന്താണ് മാർച്ചിന്റെ അടിയിൽ കൊടുക്കുന്നത്? വഞ്ചനക്കെതിരെ കാരന്തൂർ മർക്കസിലേക്ക് പരിസരവാസികൾ മാർച്ച് നടത്തുന്നു. കണ്ടില്ല നിങ്ങൾ? ബാനർ കാണുന്നില്ലേ? ബാനറിന് വായിക്കാൻ കഴിയുന്നില്ലേ? മർക്കസ് അധികാരികളുടെ വഞ്ചനക്കെതിരെ മർക്കസിലേക്ക് ബഹുജന മാർച്ച്. ഇനി അതിന്റെ റിപ്പോർട്ട് കൂടി ഒന്ന് കേൾപ്പിക്കാം. വേറെയും റിപ്പോർട്ടുണ്ട്. അടുത്ത റിപ്പോർട്ട്: മർക്കസിൽ നിന്നുള്ള മലിനജലം നാട്ടുകാരുടെ കുടിവെള്ളം മുടക്കുന്നു. പേരോടെ മർക്കസിൽ നിന്നുള്ള മലിനജലം. നിങ്ങൾ ആശയം മാത്രമല്ല മലിനമാക്കുന്നത്, കുടിവെള്ളം മലിനാക്കുന്നുണ്ട്. ഇപ്പോഴല്ലേ മാലോകരൊന്നറിയട്ടെ. ജനങ്ങൾ കുടിക്കുന്ന കുടിവെള്ളം മലിനമാക്കുന്ന കമ്പനിയാ നിങ്ങളെന്ന് ആളുകളൊന്നറിയട്ടെ. മർക്കസിൽ നിന്നുള്ള മലിനജലം നാട്ടുകാരുടെ കുടിവെള്ളം മുടക്കുന്നു. വായിക്കട്ടെ. വായിപ്പിച്ചതാണ് പേരോട്, പറയാൻ വിചാരിച്ചതല്ല. പറയിപ്പിച്ചതാണ് പേരോട്, പറയാൻ വിചാരിച്ചതല്ല. കേട്ടോളൂ. കുന്ദമംഗലം കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന മലിനജലം മൂലം സമീപത്തെ കിണറുകൾ മലിനപ്പെടുന്നു. ഇത് കാരണം പ്രദേശത്തെ വീട്ടുകാർക്ക് കുടിവെള്ളം പോലും മുടങ്ങുന്ന അവസ്ഥയാണ്. ഇനിയും കേട്ടോ, മലിനീകരണം രൂക്ഷമായപ്പോൾ പരിസരത്തുള്ളവർ സംഘടിച്ച് ശബ്ദമുയർത്തിയിരുന്നു. മർക്കസ് സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴുക്കിവിടുന്ന മലിനജലം പരിസരത്തെ പറമ്പുകളിലും മറ്റും പരന്നൊഴുകിയിരുന്നു. പ്രശ്നപരിഹാരത്തിന് ശ്രമമില്ലാതെ വന്നപ്പോൾ മർക്കസ് മേധാവി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പരിസരത്തുള്ളവർ തടഞ്ഞുവെക്കുകയും മലിനജലം ഒഴുക്കിവിടുന്ന സ്ഥലങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു. ഗത്യന്തരമില്ലാതെ അന്ന് തന്നെ ശാശ്വതമായി പ്രശ്നം പരിഹരിക്കാമെന്ന് രേഖാമൂലം കാന്തപുരത്തിന്റെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് നൽകിയിരുന്നു. പക്ഷേ ഈ കരാറിൽ 15 ദിവസങ്ങൾക്കകം ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെ മലിനീകരണ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരമുണ്ടാകാതെ വന്നപ്പോൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും മനുഷ്യാവകാശ സംഘടനകൾക്കും പരാതി നൽകിയിരുന്നു. കാന്തപുരം വാക്ക് പറഞ്ഞാൽ പാലിക്കാറുണ്ടോ? 15 ദിവസത്തിനകം ചെയ്യാൻ പറഞ്ഞിട്ട് 2 മാസമായിട്ടും മലിനജലത്തിനെതിരെ നടപടിയെടുത്തില്ല. എന്തിനാ മർക്കസിന്? കാന്തപുരാരാന്ന് മനസ്സിലായി. മർക്കസോടുള്ള നേട്ടം എന്താണ്, എന്തിനാണ് ആ സ്ഥാപനം എന്നും ബോധ്യമായി.
ആടുകളെ അഹ്ലുസുന്നയുടെ പാതയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാവുന്ന സഖാഫിമാരെ വാർത്തുവിടുക. അതോടൊപ്പം ഈ രൂപത്തിൽ എങ്ങനെയൊക്കെ പരിസരത്ത് പ്രയാസം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കുക. ഇപ്പൊ വല്ല പോലീസ് ചില മൂലമാര് മർക്കസിന് തറക്കല്ലിട്ടപ്പോ വളരെ കുറഞ്ഞ സ്ഥലേ മർക്കസ് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഉള്ളാൽ തങ്ങൾ പറഞ്ഞത്രേ, എടാ ഇക്കാണതൊക്കെ നമ്മളുതായിരിക്കും ഒരു കാലത്ത് എന്ന് പറഞ്ഞിട്ട് അത് യാഥാർത്ഥ്യമായതല്ല, യാഥാർത്ഥ്യമാക്കിയില്ല, പുകച്ച് പൊട്ടാടിച്ചതാ. അപ്പൊ ഈ രൂപത്തിൽ ഏരിയൊന്നാകെ വെട്ടിപ്പിടിച്ചിട്ട് ഇതൊക്കെ നമ്മളുതാണെന്ന് പറഞ്ഞിട്ട് ചില ട്രെയിനിങ് ക്യാമ്പുകള് ജീരാനിക്കാരൻ പറഞ്ഞപ്പോലെ കേന്ദ്രങ്ങള് സ്ഥാപിച്ചിട്ട് അതിനെപ്പറ്റുന്ന ചില പടപ്പുകളെ പടച്ചുവിടുന്ന ഒരു സർക്കസ് കൂടാരം എന്നല്ലാതെ വേറെ മെച്ചൊന്നുമില്ല. എന്നിട്ട് ഓല അപ്പൊ നാട്ടിലിറങ്ങിയിട്ട് വഹാബികള് ബ്രിട്ടീഷുകാർ അനുയായികള്, ഓര് ഖവാരിജീങ്ങള്, ഓര് മുൻഗാമികൾ തള്ളിയവര്, അഹ്ലുസുന്നയെ വെള്ളം ചേർത്തവര്, അവരെ ഒതുക്കിയവര്, പുത്തൻവാദികള് മിണ്ടാൻ പാടില്ല, സലാം ചെല്ലാൻ പാടില്ല, മടക്കാൻ പാടില്ല, വിവാഹബന്ധം പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി ഈ AP കൗമിനോട്, ഈ മർക്കസിന്റെ അനുയായികളോട്, ഈ കാരന്തൂരികളോട് എന്ത് നിലപാടാ വേണ്ടത് ശ്രദ്ധിക്കുക. റഹ്മത്തുള്ളാഹി ഖാസി പറഞ്ഞോട്ടെ, ഏത് രൂപത്തിൽ പെരുമാറണം അവരോട് ശ്രദ്ധിക്കുക. നിങ്ങൾ ചിന്തിക്കണം. ഈ വിഷയങ്ങളിലെല്ലാം സത്യത്തിൽ എന്താണോ മുജാഹിദിന്റെ ഭാഷ, ഈ ഭാഷ തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത് പുലർത്തിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയും ഈ പ്രവർത്തനവും ഈ വിശ്വാസവും മുസ്ലിം സമുദായത്തിന് അന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും നാലാളെ കാണുമ്പോൾ പറഞ്ഞ സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട. എനിക്ക് തബ്ലീഗുമായി ഒരു ബന്ധവുമില്ല. എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല. എങ്കിൽ പിന്നെ ആരൊക്കെയോ നോട്ടിലേക്ക് മാസിക ഇറക്കി അവൻ ഭ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക്ക് ഭ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണത്. അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തല്ലെങ്കിൽ AP വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തക്ബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വാക്കാൻ പിൻവലിക്കാണ്. കാരണം കാന്തപുരത്തേക്ക് നല്ല മനുഷ്യന്മാരാ, അവർ നല്ലോരാണ്, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തഖീങ്ങൾ സാലിഹീങ്ങളാണ്. അല്ല നാട് ഞാൻ പറഞ്ഞില്ല. അയാൾക്ക് അയാൾ അനുയായികൾക്ക് ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞതാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ നിന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാരും മനസ്സിലാക്കണം, അതെല്ലാരും തിരിച്ചറിയും, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനായാലും നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വേറെ പറയാനല്ല. എന്താ അമ്പിയാവിന്റെ ലക്ഷ്യം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. തസ്കിയത്തില്ലാത്ത എന്ത് ആക്ടിവിറ്റീസ്, എന്ത് തസ്കിയത്തില്ലാത്ത സമൂഹം തോന്നിയാസം കാണിക്കാം, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് സിന്ദാബാദ് വിളിക്കാം, കുറെ ആളുകൾ അങ്ങോട്ട് തെക്ബീർ ചെല്ലുക. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ AP ബക്കർ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിലിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു. അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർദ്ധാനാണ്, അത് ആൺകുട്ടികളെ വാക്ക എന്നിപ്പോൾ അവിടെയാണ്. ഇതാണ് AP കൗമിന് പോയിട്ട് യാതൊരു ബന്ധം വേണ്ട. അല്ലാഹുവിന്റെ അടിസ്ഥാനം അവർക്കില്ല. 2 കൂട്ടർക്കും ഒരേ ആദർശാണല്ലോ. 2 കൂട്ടരും ഇസ്തിഗാസി തർക്കമില്ല, തവസ്സുൽ തർക്കമില്ല.